ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു ചക്ക കിട്ടിയിട്ടുണ്ട്. ആ ചക്ക ഒന്ന് പുഴുങ്ങിയെടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ ഇന്ന് ഞാൻ ഇടുന്നത്. അപ്പോൾ ചക്ക ഒന്ന് 2 പീസാക്കി വെട്ടിയെടുക്കണം. ഇങ്ങനെ വെട്ടിയ ശേഷം ഇതൊന്ന് അതിൻ്റെ പുറമേയുള്ള തോടൊക്കെ ഒന്ന് ചെത്തി പോക്കിയിട്ട് വേണം അതിൻ്റെ ഉള്ളിലെ ചോള എടുക്കാൻ കേട്ടോ. അപ്പം അതിൻ്റെ തോലൊക്കെ ഒന്ന് ചെത്തി പോക്കുകയാണ്. ഇനി ഫുള്ളായിട്ട് ചെത്തി കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ. ചക്ക ഫുള്ളായിട്ട് ചെത്തിയെടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് വെട്ടിയെടുക്കണം. വെട്ടി അതിൻ്റെ ഉള്ളിലത്തെ ചുള മാത്രം എടുക്കണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ പെറുക്കിയിടാൻ നല്ല സുഖം ഉണ്ടാവുള്ളൂ. അപ്പം ഞാൻ ഇതൊക്കെ വെട്ടിയിട്ട് ചുള മാത്രം എടുക്കുകയാണ്. ചക്ക വെട്ടിയെടുക്കാൻ കുറച്ച് പണിയാണ് കേട്ടോ. ഈ വെളിഞ്ഞൊക്കെ പോക്കിയിട്ടേ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ മുറിച്ചെടുക്കണം. അങ്ങനെയാണെങ്കിലേ ഉള്ളൂ നമുക്ക് നല്ല രീതിയിൽ ചക്ക പെറുക്കിയിടാൻ കഴിയുള്ളൂ കേട്ടോ. അപ്പം ഞാനിതൊക്കെ വെട്ടി മുറിച്ച് എല്ലാം വേറെ ആക്കിയിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ വെട്ടിയിട്ട് ചോളയൊക്കെ വേറെ ആക്കിയിട്ടുണ്ട്. ഇപ്പം മടലും ചെമ്മണിയും മാത്രമായിട്ട് കേട്ടോ. ഇത് ചെറുതായിട്ട് അരിഞ്ഞിടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഞങ്ങൾ ആടുണ്ട് കുഞ്ഞൂട്ടി. അപ്പോൾ ആയിഷയാണ് ഇനി കുഞ്ഞൂട്ടിയെ പേരിട്ട് കേട്ടോ ഞങ്ങൾ ആടിന്. അപ്പോൾ കുഞ്ഞൂട്ടിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് മുറിച്ച് വെക്കുകയാണ്. അതിന് ശേഷം വേണം നമുക്ക് ഇതങ്ങോട്ട് മാറ്റി വെച്ച ശേഷം വേണം ചുളകളൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാൻ കേട്ടോ. അപ്പം ഞാൻ ഇതൊക്കെ ഒന്ന് വാരി മാറ്റി വെക്കുകയാണ് നമ്മൾ ആടിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. എല്ലാം വാരി വെച്ചാൽ നമുക്ക് ചുള പെറുക്കിടാൻ കഴിയുള്ളൂ കേട്ടോ. അതിൽ വെളിഞ്ഞൊക്കെ പോക്കിയ ശേഷം ഇനി അതിൻ്റെ ചുള ഒന്ന് പെറുക്കിയിട്ടെടുക്കണം കേട്ടോ. ഞാനിതാ ഒരു പാത്രത്തിലേക്ക് ഇങ്ങനെ പെറുക്കി ഇട്ട് വെച്ചതാണിത്. അങ്ങനെ എല്ലാം ഇതുപോലെ തന്നെ പെറുക്കിയെടുക്കണം. ഫുള്ളായിട്ട് നമ്മൾ അതിൻ്റെ ചെമണിയും മടലും ഒക്കെ മാറ്റിയ ശേഷം ഇതൊന്ന് കഴുകിയെടുക്കാം കേട്ടോ. അപ്പോൾ കഴുകിയിട്ട് ഞാൻ ഒരു കൊട്ടയിലേക്ക് ഊറ്റിയിടുന്നുണ്ട്. ഇതിൽ വെള്ളം തീരെ പറ്റൂല കേട്ടോ. വെള്ളം തീരെ ഉണ്ടാവരുത്. അങ്ങനെ ഞാൻ ഒരു കൊട്ടയിലോട്ട് നന്നായി കഴുകിയിടുന്നുണ്ട്. ഇനി ഇതൊന്ന് പുഴുങ്ങിയെടുക്കാൻ പോവുകയാണേ. ചക്ക പുഴുങ്ങിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിത് കൊട്ടയിൽ നിന്ന് ഒരു കുക്കറിലോട്ട് വാരി ഇടുന്നുണ്ട് കേട്ടോ. ഞാൻ കുക്കറിലിട്ടാണ് ഇപ്പോൾ ചക്ക പുഴുങ്ങിയെടുക്കുന്നത്. അതാകുമ്പോൾ ഒരു ഫിസിലടിക്കുമ്പോഴത്തേക്ക് ചക്ക വെന്ത് കിട്ടും കേട്ടോ. അതിന് വേണ്ടി ചക്ക ഫുള്ളായിട്ട് ഇതിൽ വാരി ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ കുക്കറിലോട്ട്. മഞ്ഞൾപ്പൊടി നേരിട്ട് ഇടാതെ ഞാൻ ഒരു ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുത്തതാണ്. അതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചിട്ട് ഈ ചക്കേൻ്റെ മുകളിലോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി ഞാൻ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 2 അടിഞ്ഞാൽ അത് വെന്ത് കിട്ടും. അപ്പോഴത്തേക്ക് ഞാൻ ഇതിൻ്റെ അരപ്പ് റെഡിയാക്കുകയാണ്. തേങ്ങയും ചെറിയുള്ളി വെളുത്തുള്ളി വലിയ ജീരകം പച്ചമുളക് കറിവേപ്പില ഇത്രയാണ് കേട്ടോ ഞാൻ അരച്ചെടുക്കുന്നത്. അപ്പം ഞാൻ ഇതിൻ്റെ അരപ്പ് താഴെ ചക്കയിലോട്ട് ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. അപ്പം നമ്മുടെ ചക്ക പുഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ അതൊരു ഇലയിലോട്ട് വിളമ്പി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ചക്കയും പുഴുങ്ങിയെടുക്കാം. പെറുക്കിടുന്നൊരു ബുദ്ധിമുട്ടേ ഉള്ളൂ കേട്ടോ. സാമ്പാറും ചോറും ഉണ്ട്, അതിൻ്റെ കൂടെ ചക്കൻ്റെ പുഴുക്കും ഉണ്ട് കേട്ടോ. പിന്നെ മീനിൻ്റെ കറിയും ഒക്കെ ഉണ്ട്. പക്ഷേ കുട്ടിക്ക് മീനിൻ്റെ കറി പറ്റാത്തതുകൊണ്ട് ഞാൻ ഇതിലിട്ടില്ല. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി പുതിയ വീഡിയോയുമായി വീണ്ടും വരാം. അങ്ങനെ നമുക്ക് ചക്കയായി ആടിന് ഇതാ ചക്കൻ്റെ മടലും കിട്ടിയിട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.